പ്രസംഗവേദിയിൽ വികാരാധീനനായി കൊടിക്കുന്നിൽ സുരേഷ് എം പി താൻ നിൽക്കുന്നത് വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണെന്നാണ് എം പി പറയുന്നത്. 8 തവണ തുടർച്ചയായി ജയിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല. പലതരത്തിലുള്ള ആക്രമണങ്ങളും താൻ നേരിട്ടു. തന്നേക്കാൾ കൂടുതൽ കാലം എം പി ആയി ഇരുന്നവരുണ്ട്. അവരെല്ലാം ഒന്നും പറയില്ല, തന്നെ മാത്രമാണ് വേട്ടയാടുന്നതെന്നും കൊടിക്കുന്നിൽ സുരേഷ് പറയുകയാണ്. ദളിത് പ്രോഗ്രസ് കോൺക്ലേവിൽ പങ്കെടുക്കുകയാണ് കൊടിക്കുന്നിലിന്റെ ഈ പരാമർശം വന്നത്. ഞാൻ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. പ്രസംഗിച്ചാൽ പലതും നമുക്ക് തുറന്നു പറയേണ്ടി വരും എന്നുള്ളത് കൊണ്ട്, അതൊരു വിവാദമാകാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ പ്രസംഗം എഴുതിക്കൊണ്ടാണ് വന്നിട്ടുള്ളത്. ഇത്തരം വേദികളിൽ ഞാനും നിങ്ങൾ നിൽക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും തുറന്നു പറയേണ്ടി വരും. പക്ഷെ അത് എല്ലാവരും ഇഷ്ടപ്പെടണമെന്നില്ല. അതിൻ്റെ പേരിൽ ഒരു പക്ഷേ ശത്രുക്കൾ കൂടിയതായിരിക്കാം. അതുകൊണ്ട് ഞാൻ ഒരു ദീർഘമായ കാര്യങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല, അത്തരത്തിലുള്ള ഒരു പ്രസംഗത്തിലേക്ക് കടന്നു പോകുന്നില്ല. അപ്പോൾ പറയാനുണ്ട്, ഇപ്പോൾ പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നേതാവിന് താൻ തുറന്ന് സംസാരിച്ചാൽ എന്തെങ്കിലും പറഞ്ഞു പോകുമോ എന്നുള്ള ഭയം കൊണ്ട് താൻ എഴുതിക്കൊണ്ടുവന്നതാണ് പ്രസംഗമെന്ന് വി.ഡി. സതീശനെയും ചെന്നിത്തലയും ഇരുത്തിക്കൊണ്ടാണ് എന്തായാലും കൊടിക്കുന്നിൽ പറയുന്നത്. വരും ദിവസങ്ങളിൽ, വരും മണിക്കൂറുകളിൽ ഉള്ളിൽ പലതും പറയാനുണ്ട്. അതൊക്കെ ഇനി മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് അദ്ദേഹം പറയുമോ? എന്തായാലും അർത്ഥവിരാമം ഇട്ടുകൊണ്ടാണ് അദ്ദേഹം പോകുന്നത്.